പ്രശാന്തേട്ടാ, യൂറോപ്യൻ രാജ്യങ്ങളിലും അതോടൊപ്പം തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിലും ക്രൈസ്തവർക്കെതിരായി ഇപ്പോൾ വലിയ രീതിയിലുള്ള അക്രമങ്ങൾ നടക്കുകയാണ്. നാം കണ്ടിരുന്നു സുഡാനിലും കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായി. അപ്പോൾ ഇതിനെന്തായിരിക്കും ഒരു പരിഹാരം? ഇങ്ങനെ നിരന്തരമായി തന്നെ ക്രൈസ്തവർക്ക് നേരെ ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണല്ലോ. പരിഹാരം എന്ന് ചോദിച്ചാൽ അതിപ്പം നമുക്ക് അതിൻ്റെ പരിഹാരമൊന്നും പറയാനില്ല. കാരണം ഇത് രാജ്യത്ത് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണല്ലോ. ഈ മുസ്ലിമുകളും ക്രിസ്ത്യാനികളും തമ്മിലുള്ള ആഭ്യന്തര സംഘർഷം വളരെ കാലങ്ങളായിട്ട് പല രാജ്യങ്ങളും നടക്കുന്നുണ്ട്. അതിനകത്തിപ്പോൾ സുഡാനിലിപ്പോൾ വന്നിരിക്കുന്ന നൈൽ സുഡാനിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വളരെ വലിയൊരു ആക്രമണം ക്രിസ്ത്യാനികൾക്ക് നേരെ നടന്നിട്ടുണ്ട്. അത് ഈ സുഡാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത, നൈൽ നദിയുടെ ഇരുകരകളിലായിട്ട് രണ്ട് ഭാഗങ്ങൾ, ക്രിസ്ത്യാനിയും അല്ലെങ്കിൽ മുസ്ലിങ്ങളും. ഇവിടെ ഈ ആഭ്യന്തര കലഹം വളരെ കൂടുതൽ സമയം കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഈ രണ്ട് ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞത്, രണ്ട് മുസ്ലിം ഗ്രൂപ്പുകളാണെങ്കിൽ ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ക്രിസ്ത്യാനികൾ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു അമേരിക്ക ഈ അതിനകത്ത് ആഭ്യന്തര ഇസാഫ് നേതാവിനെതിരെ അമേരിക്ക അബ്ദുൽ ഹത്താഫ് എന്ന് പറയുന്ന ഇസാഫ് നേതാവിനെതിരെ അമേരിക്ക ഒരു ഉപരോധം ഏർപ്പെടുത്തി. ആ ഉപരോധത്തിന് ശേഷം അവിടെ അദ്ദേഹം വ്യാപകമായിട്ട് ബോംബാക്രമണം, അതായത് പള്ളികളിലെ, സ്കൂളുകളിലെ, പൊതുസ്ഥലങ്ങളിലെ, ആശുപത്രികളിലെ ഇതെല്ലാം വളരെ കൂടുതലായിട്ട് ക്രിസ്ത്യൻ ഉള്ള പ്രദേശങ്ങളിലാണ്. അപ്പം ആശുപത്രികൾ ഉൾപ്പെടെ അല്ലെങ്കിൽ സ്കൂളുകൾ ഉൾപ്പെടെ മാർക്കറ്റുകൾ ഉൾപ്പെടെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശത്താണ് ഈ ബോംബിങ് മൊത്തം നടന്നിരിക്കുന്നത്. അപ്പം അമേരിക്ക ഇതിനകത്ത് കൃത്യമായിട്ട് ഇടപെട്ടിട്ട് തിരിച്ചടി കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. രാസായുധമാണ് പ്രയോഗിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അവിടെ ഈ രണ്ട് ആഭ്യന്തര ശക്തികളുണ്ട്. അത് മുസ്ലിം ആഭ്യന്തര ശക്തികൾ, ഒന്ന് SSFും ഒന്ന് RSFും. ഇവർ രണ്ടുപേരും പരസ്പരം ആ രാജ്യത്ത് മത്സര ബുദ്ധിയോടുകൂടി അല്ലെങ്കിൽ പിടിച്ചടക്കലിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം, ആദ്യത്തെ അജണ്ട ഈ പറയുന്ന ക്രിസ്ത്യാനികൾ തന്നെ, ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനി. അപ്പോൾ കഴിഞ്ഞ 2023-24 തന്നെ 165 പള്ളികൾ അവർ പിടിച്ചെടുത്തു. ഈ പള്ളികളെന്ന് പറയുമ്പോൾ പള്ളികൾ പിടിച്ചെടുത്തിട്ട് അവിടുന്ന് കൂടുതലായിട്ട് തീ വെച്ച് നശിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇല്ലായ്മയോ, പല പള്ളികളും സൈനിക ഗോഡൗണുകളായിട്ട് ഒക്കെ പോകുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. അതായത് ക്രിസ്ത്യാനികളെ ഉന്മൂലനം ചെയ്യുക എന്നാണ് പ്രധാനപ്പെട്ട ഈ രണ്ട് ഗ്രൂപ്പുകൾ, ആ രാജ്യത്തിൻ്റെ ഈ സായുധ ഗ്രൂപ്പുകൾ ആ രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് അവർ പിടിച്ചടക്കലിന് വേണ്ടി മത്സരിക്കുമ്പോഴും അവർക്ക് രാജ്യം പിടിച്ചടക്കുന്ന പരസ്പര മത്സരം ഉണ്ടെങ്കിലും ക്രിസ്ത്യാനികളെ ഇല്ലായ്മ ചെയ്യുന്നതിനകത്ത് ഇവർ രണ്ടുപേരും യോജിപ്പിലാണ് പോകുന്നത്. അതായത് ഇതുവരെയുള്ള കണക്ക് നോക്കുമ്പോൾ ഏതാണ്ട് 11 ലക്ഷത്തോളം ആൾക്കാരെ കൊന്നതിന് കൃത്യമായ കണക്ക് വരെയുണ്ട്. അതായത് സിവിലിയൻസിനെ കൊന്നതിനകത്ത്. ഈ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിനകത്ത് എത്ര പേര് മരിച്ചു എന്നുള്ളതിനെ പറ്റി വ്യക്തമായ കണക്കില്ല. കാരണം വ്യക്തമായ കണക്ക് രാസായുധം പ്രയോഗിച്ചെങ്കിൽ അതിൻ്റെ അറിയാമല്ലോ, അതിൻ്റെ ഒരു അവസ്ഥ അന്നേരമല്ലല്ലോ, മരിച്ചുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നതിനനുസരിച്ച് ക്യാഷ്വാലിറ്റി സംഭവിച്ചുകൊണ്ടേയിരിക്കും. ആ ക്യാഷ്വാലിറ്റി ഒരുപക്ഷെ ആ പ്രദേശം വിട്ട് വേറെ ഇവർ വിട്ട് വേറെ മേഖലയിലേക്ക് പോകും. അല്ലെങ്കിൽ അതിൻ്റെ ഈ ശക്തിയുടെ അല്ലെങ്കിൽ അതിൻ്റെ വിസരണ അവസ്ഥ എത്രത്തോളം ഉണ്ടെന്നതിനെ പറ്റിയിരിക്കും. ഏതായാലും രാജ്യത്തുടനല്ലോ. ഇപ്പോൾ ലെബനനിൽ പണ്ട് സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യം നമുക്കറിയാം. അതുപോലെ ഈ സിറിയ എന്ന് പറയുന്ന രാജ്യം, ഇതുപോലെ ക്രിസ്ത്യൻ രാജ്യമാണ്, ഇതൊക്കെ പിടിച്ചടക്കുന്നത്. ലെബനനിലെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ 70കളിൽ ഈ പറയുന്ന പാലസ്തീൻ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ രാജ്യത്തിൻ്റെ സ്വന്തം നിലപാട് കൊണ്ട് ആണോ രാജ്യത്തിൻ്റെ നിലപാടെന്ന് പറഞ്ഞാൽ എന്തൊന്നുമില്ല. ഈ ഇസ്രായേലിലെ പാലസ്തീനും തമ്മിലുള്ള സംഘർഷത്തിനകത്ത് അവിടെ നിന്ന് നിവൃത്തികേടുകൊണ്ട് പാലായനം ചെയ്തു വരുന്നു. ഇപ്പോൾ അവരുടെ മാനസികാവസ്ഥ വെച്ചിട്ട് ക്രിസ്ത്യൻ രാജ്യമായതുകൊണ്ട് ഈ പാലായനം ചെയ്തു വരുന്നവർക്ക് അഭയം കൊടുത്തു. ഈ അഭയം കൊടുത്തവരുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അഭയം കൊടുത്തവരും അവിടുത്തുള്ള ഒരു പ്രത്യേക വിഭാഗം മുസ്ലിങ്ങൾ കൂടി യോജിച്ച് അവർക്ക് എണ്ണത്തിൽ കൂടുന്ന ഒരവസ്ഥ വന്നപ്പോൾ അവരുടെ ഭാഗമാക്കുന്നതിന് വേണ്ടി അവർ ശ്രമിച്ചു. അപ്പോൾ അതുവരെ ഇങ്ങനെ ഒരു പ്രവർത്തനം അവരുടെ ഇടയിൽ നടക്കുന്നു അല്ലെങ്കിൽ ആൾക്കാർ നടത്തുന്നു എന്നുള്ളതിനെപ്പറ്റി ലെബനിലൊന്നും അറിയത്തില്ലായിരുന്നു. അവസാനം അവർ പഴയതുപോലെ ക്രിസ്മസ് ആഘോഷിക്കാനും അവരുടെ ആഘോഷങ്ങൾ പങ്കെടുക്കാനും ഒക്കെ തുടങ്ങിയപ്പോൾ അതിന് ചില രാത്രിയിൽ സഞ്ചരിക്കുന്നതിന് വിലക്ക് വരും. അവർ രാത്രി 78 ഒക്കെ രാത്രിയിൽ സഞ്ചരിക്കുന്ന സമയത്ത് പോലീസ് പോസ്റ്റ് പോലെ പല ഭാഗങ്ങളും ഈ മുസ്ലിം ഭൂരിപക്ഷമുള്ള പല ഭാഗങ്ങൾ വണ്ടി തടഞ്ഞിടുക. അപ്പോൾ ചെക്ക് പോസ്റ്റ് എന്നിട്ട് ഇറങ്ങാൻ പറയുക, അവരുടെ ജാതി ചോദിക്കുക, ജാതി ചോദിച്ചിട്ട് അവിടെ വെച്ച് തന്നെ കുടുംബസമേതം വരുന്ന ആൾക്കാരെ വെട്ടിക്കൊല്ലുന്നൊരവസ്ഥ വന്നു. അപ്പോൾ അതിനുശേഷം അവരുടെ ആഘോഷങ്ങൾ അവർ നിർത്തി. അല്ലെങ്കിൽ അവർക്ക് ഇതുപോലുള്ള അടിച്ചമർത്തപ്പെട്ട ജനതയുടെ കൂട്ട് തീരുമാനിക്കുന്നൊരവസ്ഥ വന്നു. ബലമായിട്ട് പലരെയും. പക്ഷേ 78ലെ സംഭവങ്ങൾ ഇപ്പോൾ ജർമ്മനിയിലെല്ലാം ആവർത്തിക്കുന്നുണ്ടല്ലോ, ഈ ക്രിസ്മസിനെല്ലാം വലിയ രീതിയിലുള്ള. അതെ. അപ്പം ഈ രീതിയിലേക്ക് പോയി. അപ്പം പിന്നെ നമ്മളിപ്പോൾ കഴിഞ്ഞ യുദ്ധ സമയത്ത് നോക്കുമ്പോഴും
അവർ യുദ്ധക്കോപ്പുകളും അല്ലെങ്കിൽ യുദ്ധസാമഗ്രികളും ഒക്കെ സൂക്ഷിക്കുന്നത് ഈ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശത്ത് അവരുടെ വീടുകൾ ആയുധപ്പുരകളാക്കുന്നു, അവരുടെ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും മാനഭംഗപ്പെടുത്തുന്നു. ഈ രീതിയിലേക്ക് അമർച്ച ചെയ്തുകൊണ്ട് പോകുന്ന ഒരവസ്ഥ. അവിടെ ഇപ്പോഴും 25% ക്രിസ്ത്യാനികളുണ്ടെങ്കിലും അവരെ ജീവിക്കുന്നതും അവർക്ക് ഒരു സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കുന്ന ഒരവസ്ഥ. ഇപ്പം ശ്രീത്ത് പറഞ്ഞതുപോലെ പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഇതേപോലെ അഭയാർത്ഥികളെ കടന്നു കയറ്റാൻ അനുവദിച്ചുകൊണ്ട് ആ രാജ്യങ്ങളുടെ സ്വത്വം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. ആ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ആ രാജ്യം വിട്ടുപോകേണ്ട ഒരവസ്ഥ. ഈ രീതിയിലൊക്കെ ഇപ്പം ജർമ്മനിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് കണ്ടില്ലേ, ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നടന്ന ആഘോഷത്തിൻ്റെ ഇടയ്ക്കിലൊക്കെ വണ്ടി ഇടിച്ച് കയറ്റി. അമേരിക്കയിൽ അല്ലെങ്കിൽ അവിടെ ന്യൂ ഇയർ ആഘോഷത്തിന് വണ്ടി ഇടിച്ചിട്ടും രാജ്യവ്യാപകമായിട്ട് ഈ രീതിയിൽ അപ്പോൾ അഭയാർത്ഥികളായിട്ട് വരുന്ന ആൾക്കാർ നാളെ കാലത്ത് ആ രാജ്യത്തിന് വിഷയമാകിട്ട് വരുന്നു. അപ്പോൾ അല്ലെങ്കിൽ ആ രാജ്യം പിടിച്ചടക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. ഇപ്പോൾ കാനഡയിൽ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ഭാഗമായിട്ട് പറയുകയാണെങ്കിൽ കാനഡയിൽ അഭയം കൊടുത്ത ഈ പറയുന്ന ഖാലിസ്ഥാനികൾ അവർ പറയുന്നത് ഇപ്പോൾ അവർക്ക് ആ രാജ്യം വേണമെന്ന്. അവർക്ക് ഏതെങ്കിലും ഒരു രാജ്യം ഖാലിസ്ഥാൻ്റെ രാജ്യം ഭാഗമായിട്ട് വേണ്ടി വരുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യയിൽ അവർ ഉദ്ദേശിക്കുന്ന രാജ്യത്തെ ഉരുത്തിരിക്കാൻ പറ്റാത്തപ്പോൾ അവർക്ക് ശക്തമുള്ള ഒരു രാജ്യം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി അവർ പറയുന്നത് അവിടെ അല്ലെങ്കിൽ 10, 50, 60 കൊല്ലം കൊണ്ട് അവിടെ കുടിയേറി അവരുടെ ഈ മെമ്പർഷിപ്പും അല്ലെങ്കിൽ അവിടുത്തെ അംഗത്വമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ പൗരത്വമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ആ രാജ്യത്തുള്ള ആൾക്കാർ അല്ല ഞങ്ങളാണ് ഇവിടുത്തെ ആൾ, അല്ലെങ്കിൽ അവർക്ക് പാർലമെൻറ്റിൽ സ്വാധീനം വരുന്നു, നിയമസഭ ഉണ്ടെങ്കിൽ അവിടെ സ്വാധീനം വരുന്നു, അവരുടെ ഭരണ സംവിധാനങ്ങളിൽ ഇവരെ തിരഞ്ഞെടുപ്പിന് അവർക്ക് ഭാഗമാകാൻ പറ്റുന്നവർ തിരിയുന്നു. അപ്പോൾ ആ രീതിയിലേക്ക് ലോകത്തുടനീളം കടന്നുകയറ്റം അധിനിവേശത്തിൻ്റെ ഒരു കൃത്യമായ വർക്ക് അത് യൂറോപ്പിലായാലും ആഫ്രിക്കയിലായാലും നമ്മൾ പറയുന്നത് നമ്മുടെ രാജ്യത്തായാലും എല്ലാ രാജ്യത്തും ഇതിനൊരേ സ്വഭാവം കാണിക്കുന്ന ഒരു രീതിയിലേക്കാണ് നമ്മൾ കണ്ടുപോകുന്നത്. അതായത് ഈ പറയുന്ന യൂറോപ്പിൽ നടക്കുന്ന അധിനിവേശത്തിൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവവും അല്ലെങ്കിൽ അത് പശ്ചിമേഷ്യയിലായാലും അല്ലെങ്കിൽ ഇന്ത്യയിലായാലും എല്ലായിടത്തും ഇതിൻ്റെ സ്വഭാവം ഒന്ന് തന്നെ. അപ്പോൾ ഇതിൻ്റെ നിയന്ത്രണം നമ്മളീ പറയുന്ന ഇവാഞ്ചലിക ക്രിസ്ത്യാനികളെ നിയന്ത്രിക്കുന്നതിൻ്റെ അതിൻ്റെ സ്വഭാവം ലോകത്തുടനീളം ഒരേ അവസ്ഥയിൽ വരുന്നു. അല്ലെങ്കിൽ ഈ മുസ്ലിം ഗ്രൂപ്പുകൾ ഈ പറയുന്ന ഭീകര ഗ്രൂപ്പുകളുടെ എല്ലാം ലോകത്തുടനീളമുള്ള പ്രവർത്തനത്തിനൊരു സമാനത വരുന്നു. അപ്പോൾ ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ലോകത്തുടനീളം ഇത്തരം ശക്തികളെ നിയന്ത്രിക്കുന്നത് ഒരു പ്രത്യേക സ്ഥലത്തു നിന്നാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇതിൻ്റെ ഒരു പ്രത്യേക ഉറവിടം ഉണ്ടെന്ന് തോന്നക്ക രീതിയിലാണല്ലോ പ്രവർത്തിക്കുക. അല്ലെങ്കിൽ ഇപ്പം ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നത്, ആ ജമാഅത്ത് ഇസ്ലാമിയുടെ അതേ തത്വം തന്നെയാണല്ലോ ഈ പറയുന്ന വേറൊരു പേരിലാണെങ്കിലും ബംഗ്ലാദേശിലുള്ളത്, അതിൻ്റെ വേറൊരു പേരാണെങ്കിലും ഇന്ത്യയിലുള്ളത്. ഇപ്പം ഇന്ത്യയിൽ അതേ രീതിയിൽ ഉരുത്തിരിയാനുള്ളൊരു സാഹചര്യം നോക്കിയിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കും ഇന്ത്യയിലുള്ളത്. ഇത് എല്ലായിടത്തും ലക്ഷ്യം തന്നെ 2047 കൂടി തന്നെ ഇന്ത്യ ഒരു ഇസ്ലാമിക ഇത് ഇന്ത്യയുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ ആഗ്രഹം 2024 കൂടി ഇന്ത്യ ഒരു മതരാഷ്ട്രമാകണമെന്ന്. ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമിയുടെ ആ കാര്യം എന്തോ, അവർക്ക് 2024 വരെ പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ അവരുടെ കയ്യിലോട്ടായി നാളെ കാലത്തെ അത് മതരാഷ്ട്രമാവണം. അതിനുവേണ്ടി അവിടെ മതരാഷ്ട്രമാവണമെന്ന് വേണ്ടി എന്ത് ചെയ്യണം? ബാക്കിയുള്ള മതങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഒന്നെങ്കിൽ മതം മാറിയിരിക്കണം, അല്ലെങ്കിൽ മതം മാറാൻ പറ്റാത്തവരെ കൊന്നുകൊള്ളൂ. അപ്പം പാകിസ്ഥാനിൽ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ ഈ രാജ്യത്തുടനീളം ഇവരുടെ സംഭവം ഇപ്പം 2047 അല്ലേ 47 നമ്മുടെ ഇന്ത്യയുടെ കാര്യം നമ്മൾ അല്ലെങ്കിൽ അവരുടെ മുദ്രാവാക്യം നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചെന്ന് പറയുന്നത് ഇതാ. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന മതസംഘടന, ഇപ്പോൾ പല PF അല്ലെങ്കിൽ പല മതസംഘടനകളും അല്ലെങ്കിൽ ഭീകര സംഘടനകളും ഉണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുടെ ഒന്ന് ലോകം മൊത്തം മുസ്ലിം രാജ്യം, ലോകം മൊത്തം അവരുടെ കീഴിൽ, അതവരുടെ സങ്കല്പം. അപ്പോൾ ഇവരെവിടെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ അവിടെല്ലാം ഇവിടെ 2047 പാകിസ്ഥാനിൽ ഇപ്പോൾ ഒക്കെങ്കിൽ ഇപ്പം ബംഗ്ലാദേശിൽ ഇപ്പോൾ ഒക്കുമെന്ന് കണ്ടുകൊണ്ട് അവരതിൻ്റെ പ്രവർത്തനം നടത്തുന്നു, ആഫ്രിക്കയിൽ നടത്തുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ലെബനനിൽ നടത്തുന്നു, യൂറോപ്പിൽ നടത്തുന്നു, ഈ സുഡാനിൽ, ഇങ്ങനെ ഓരോരുത്തരും നടക്കും. അപ്പോൾ ഏതായാലും ട്രംപ് 20-ാം തീയതി അധികാരത്തിൽ വരികയാണ്. നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് സുഡാൻ്റെ കാര്യമാണ്. സുഡാനിൽ അധികാരത്തിൽ വരികയാണ്. അവിടെ ഈ രീതിയിലുള്ള ആഭ്യന്തര കലഹം കൊണ്ട് ആ രാജ്യത്തെ ഇനി വെച്ച് പൊറുപ്പിക്കാൻ പറ്റത്തില്ലെന്ന് അമേരിക്ക താക്കീത് കൊടുത്തു കഴിഞ്ഞു. അതിനകത്ത് ഉടനെ തന്നെ ഇടപെടുന്ന ഒരു അവസ്ഥയുണ്ട്. അവിടെ ഈ പറയുന്ന ആഭ്യന്തര കലഹം വളരെ കാലമായിട്ട് നടക്കുന്നത് അവിടുത്തെ ഈ പറയുന്ന ക്രിസ്ത്യാനികൾക്കും ആ രാജ്യത്തിനും നല്ലതല്ല. അത് അടിച്ചൊതുക്കിയേ മതിയാകത്തുള്ളൂ എന്നുള്ള തീരുമാനം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അത് 20-ാം തീയതി ശേഷം കർശനമായ ഒരു നിലപാട് അതിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഏതായാലും ഇന്നലെ അല്ലെങ്കിൽ ഇന്നത്തെ ഒരവസ്ഥയെന്ന് പറഞ്ഞാൽ അവിടെ അമേരിക്ക പറയുന്നത് രാസായുധം തന്നെയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഏതായാലും
ഈ വളരെ കാലങ്ങളായിട്ട് നടക്കുന്ന ആഭ്യന്തര യുദ്ധത്തിൽ ക്രിസ്ത്യാനിക്ക് അനുഭവിക്കേണ്ടി വരുന്നതും അല്ലെങ്കിൽ അവരുടെ മരണനിരക്കൊക്കെ പരിശോധിക്കുമ്പോൾ 15 ലക്ഷത്തിനപ്പുറം പോകുന്നു. കഴിഞ്ഞ ദിവസം നടന്നത് വളരെ ദാരുണമായ സംഭവം. ആശുപത്രികൾ ഉൾപ്പെടെ, സ്കൂളുകൾ ഉൾപ്പെടെ, ഈ മാർക്കറ്റുകൾ ഉൾപ്പെടെ തന്ത്രപ്രധാനമായ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകൾ മൊത്തവും ആക്രമിച്ച് താണ്ഡവമാടുന്ന ഒരവസ്ഥയാണ് കാണുവാൻ സാധിക്കുന്നത്.